ജാസ്മിന്റെ ഉമ്മയും വാപ്പയും അവിടെ ഉപദേശം കൊണ്ട് ഉപദേശിച്ച് ഒരു പരിവാക്കുന്നുണ്ട്. ജാസ്മിനെ ഉപദേശിച്ചിട്ട് നന്നാവുമോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും ജാസ്മിന്റെ ഉമ്മ പറയുന്നുണ്ടായിരുന്നു, ഇനി ഇവിടെ നീ കരഞ്ഞു പോവരുത്, കരഞ്ഞ് വിളിച്ചുള്ള ആ മുഖവും കാര്യങ്ങളും, പിന്നെ മറ്റുള്ളവരെ എടാ പൊടി എന്ന് ബഹുമാനമില്ലാതെ വിളിക്കുന്നത്, ഇതൊന്നും ഇനി ഇവിടെ മേലാക്കം കണ്ടുപോവരുത്. അങ്ങനെയൊക്കെ ഇനിയും കാണിച്ചിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞ് ഞാൻ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടാവും, നല്ല ചവിട്ട് കിട്ടും എന്ന് മമ്മി പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ ഉപ്പ പറയുന്നുണ്ടായിരുന്നു, അതിന് വേറെ ആരും വേണ്ട, ഞാൻ തന്നെ മതി ചവിട്ടി കൂട്ടാനായിട്ട്, ഇനിയും ഇത് തുടർന്നു കഴിഞ്ഞാൽ എന്നൊരു വാണിംഗ് പോലെ തമാശ രീതിയിലാണ് പറയുന്നത്. പക്ഷേ അത് പറയുന്നത് ജാസ്മിനുള്ള വാണിംഗ് തന്നെയാണ്. ഇനിയും പഴയ പോലെ തുടർന്നു കഴിഞ്ഞാൽ അത് വാപ്പയ്ക്കും ഉമ്മയ്ക്കും സഹിക്കില്ല എന്നുള്ളൊരു കാര്യം. എന്തായാലും 2 മാസത്തോളം ഇങ്ങനെയൊക്കെ കാണിച്ചു. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ആ സ്വന്തം സ്വഭാവം അല്ലാന്നുണ്ടെങ്കിൽ ആ നല്ല ശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ പറയണമല്ലോ, അത് തിരിച്ചു വരണം. അല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇനിയും കൂടുതൽ വെറുക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് എത്തും. അപ്പൊ കിട്ടുന്ന അവസരം ഇനിയെങ്കിലും നന്നായിട്ട് നല്ല രീതിയിൽ നിൽക്കാനാണ് അവിടെ ഉമ്മയും വാപ്പയും അവിടെ ജാസ്മിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ജാസ്മിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നൊക്കെ ജാസ്മിൻ അവിടെ കിടന്ന് പറയുന്നുണ്ട്. അവിടെ ഉമ്മ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ തിരിഞ്ഞു നോക്കാറില്ല, പക്ഷെ എത്ര മണിക്കൂറാണ് കുക്ക് ചെയ്യാൻ വേണ്ടി കിച്ചണിൽ നിൽക്കേണ്ടി വരുന്നത്, ഇപ്പോഴാണ് എനിക്ക് അതിന്റെ വിഷമം മനസ്സിലാവുന്നത് എന്നൊക്കെ അവിടെ ജാസ്മിൻ കിടന്ന് പറയുന്നുണ്ട്. എനിക്ക് പലത് ഇപ്പോഴാണ് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഉമ്മ പറയുന്നുണ്ട്, എനിക്ക് വയ്യാന്ന് പറഞ്ഞാൽ പോലും നീ അത് കേൾക്കാറില്ലല്ലോ എന്ന് ഉമ്മ പറയുന്നുണ്ട്. അപ്പൊ ജാസ്മിനെ കുറ്റബോധമൊക്കെ ഉണ്ട് എന്ന് ജാസ്മിൻ അവിടെ കിടന്ന് ഉമ്മേരി വാപ്പേരി അടുത്ത് കിടന്ന് പറയുന്നുണ്ട്.